വടകര കൊയിലാണ്ടി RT ഓഫീസുകളിൽ ബോംബ് ഭീഷണി. സന്ദേശം എത്തിയത് ഇമെയിൽ വഴിയാണ്. ദ്രാവിഡ നാട് സർക്കാർ പ്രവാസം എന്ന പേരിലാണ് സന്ദേശം വന്നത്. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട്. ലതീഷ്, ഇപ്പോൾ ഈ പേരിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. ദ്രാവിഡ നാട് സർക്കാർ പ്രവാസം. എന്താണ്, പോലീസ് അന്വേഷണം തുടങ്ങിയോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? ഏതായാലും ഇപ്പോൾ വടകര കൊയിലാണ്ടി RT ഓഫീസുകളിൽ ബോംബ് ഭീഷണി എന്നുള്ള വാർത്തയാണ് വരുന്നത്. സന്ദേശം എത്തിയത് ഇമെയിൽ വഴിയാണ്. ദ്രാവിഡ നാട് സർക്കാർ പ്രവാസം എന്ന പേരിലാണ് സന്ദേശം വന്നത്. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എന്താണ് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയോ? പോലീസ് എന്താണ് പറയുന്നത്? സാധാരണ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ജില്ലാ കളക്ടറേറ്റുകളിൽ അടക്കം ഇത്തരത്തിൽ മെയിൽ വന്നിരുന്നു. അത് ചില മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ അയച്ചെന്ന രീതിയിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തു. എന്താണ് പ്രാഥമികമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? പരിശോധന ഇപ്പോൾ പൂർത്തിയായി. കോഴിക്കോടും ജില്ലയിലെ കൊയിലാണ്ടി അതേപോലെ തന്നെ വടകര രണ്ട് RT ഓഫീസുകളിലാണ് ഇന്ന് ബോംബ് ഭീഷണി സന്ദേശം വന്നത്. ഇമെയിൽ വഴിയാണ് സന്ദേശം വന്നത്. ഈ ദ്രാവിഡ നാട് സർക്കാർ പ്രവാസം എന്ന പേരിലുള്ള സംഘടനയുടെ ഇമെയിൽ എന്നുള്ള നിലയിലാണ് ഈ സന്ദേശം വന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ രണ്ട് ഓഫീസുകളിലും RT ഓഫീസുകളിലും ആളുകളെ ഒഴിപ്പിക്കുകയും ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് പരിശോധന നടത്തുകയും ചെയ്തു. നിലവിൽ ഒന്നും അസ്വാഭാവികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ തന്നെ കളക്ടറേറ്റുകളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നിരവധി തവണ ഇത്തരം സന്ദേശങ്ങൾ വന്നിരുന്നു. ആ രീതിയിലുള്ളൊരു സന്ദേശം തന്നെ ആവാം എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ലതീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.